+1 പ്രവേശനവുമായി ബന്ധപ്പെട്ട മലബാർ മേഖലയിൽ അധിക ബാച്ച് അനുവദിക്കുന്നത് സാമ്പത്തിക അഴിമതി ലക്ഷ്യമിട്ടെന്ന ആരോപണം. 50,000 സീറ്റ് ഒഴിഞ്ഞുകിടക്കുന്ന സാഹചര്യത്തിലാണ് വീണ്ടും അധിക ബാച്ച് അനുവദിക്കാനുള്ള നീക്കത്തിനെതിരെ ആരോപണമുയരുന്നത്. ജനസംഖ്യാ അനുപാതത്തിനനുസരിച്ചാണ് മലബാർ മേഖലയിൽ 350 അധിക ബാച്ചുകൾ സൃഷ്ടിക്കുന്നതെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീന്റെ ന്യായീകരണം. പ്രശാന്തിനോട് തന്നെ ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ ചോദിക്കാം. പ്രശാന്ത്, ഈ മലബാർ മേഖലയിൽ അധിക ബാച്ച് വീണ്ടും അനുവദിക്കുകയാണ്. അവിടെ 50,000-ലധികം സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്ന സാഹചര്യത്തിൽ വീണ്ടും സീറ്റുകൾ അനുവദിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരം ഒരു നടപടിയിലേക്ക് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ കടക്കുന്നത്? അപ്പോൾ മറ്റു ജില്ലകളിൽ പഠിക്കുന്ന കുട്ടികളോടുള്ള ഒരു വേർതിരിവായി തന്നെ ഇതിനെ കണക്കാക്കാൻ സാധിക്കില്ലേ? എന്താണ് മലബാറിൽ മന്ത്രിയുടെ ലക്ഷ്യം? ഗുഡ് മോർണിംഗ് അശ്വതി, രോഹിണി. മലബാർ മേഖലകളിലേക്ക് 380 +1 +2-ന് 350 അധിക സീറ്റ് അനുവദിക്കണമെന്നാണ് ഇപ്പോൾ അനുവദിക്കുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പറയുന്നത്. നമുക്ക് ഇതിനോട് ചേർത്ത് നമ്മളൊരു കാര്യം സൂചിപ്പിക്കുകയാണ്. കാരണം ഈ കഴിഞ്ഞ സർക്കാർ അധികാരത്തിലേൽക്കുന്ന സമയത്ത് ഈ വിദ്യാഭ്യാസ വകുപ്പ് മുസ്ലിം ലീഗിന് നൽകുന്നതുമായി ബന്ധപ്പെട്ട് ചില പരാമർശങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. നമുക്കറിയാം, ലീഗിന് അതായത് വിദ്യാഭ്യാസ വകുപ്പ് ലീഗിന് വേണമെന്ന ആവശ്യം അവരുന്നയിക്കുന്നുണ്ടായിരുന്നു. പല മുസ്ലിം സംഘടനകളടക്കം ഇത്തരത്തിൽ ഈ വിദ്യാഭ്യാസ വകുപ്പ് വേണമെന്നൊരു ആവശ്യം ഉന്നയിക്കുകയും അതിൽ BJP നേതാക്കളടക്കം ഇതുമായി ബന്ധപ്പെട്ട് പരാമർശം നടത്തുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതായത് വിദ്യാഭ്യാസ വകുപ്പ് ലീഗിന് നൽകിയതിന് ശേഷമാണ് ഇത്തരത്തിൽ 350 അധിക സീറ്റുകൾ അനുവദിക്കുവാനുള്ളൊരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. നിലവിൽ തെക്കൻ കേരളത്തിൽ 50,000-ലധികം സീറ്റുകൾ ഇത്തരത്തിൽ വേക്കൻസി ഉള്ള സമയത്താണ്, അതായത് ഒഴിഞ്ഞു കിടക്കുമ്പോഴാണ് ഇത്തരത്തിൽ അധിക സീറ്റ് അനുവദിക്കണമെന്നതടക്കമുള്ള കാര്യങ്ങൾ നിലവിൽ പറയുന്നത്. കുട്ടികളടക്കം ഇല്ലാത്ത സാഹചര്യം തെക്കൻ കേരളത്തിലുണ്ട്. ആ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ നിലവിൽ ഈ മലബാർ മേഖലകളിൽ അധിക സീറ്റ്, അതായത് 350-ലധികം സീറ്റ് അനുവദിക്കണമെന്നൊരു ആവശ്യം മന്ത്രി തന്നെ മുന്നോട്ട് വയ്ക്കുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇത് ഏറ്റവും എടുത്തു പറയേണ്ടത് നമുക്കറിയാം, മലപ്പുറം, കോഴിക്കോട് അടക്കമുള്ള മുസ്ലിം മേഖലകളാണ്. ആ മേഖലകളിൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ളതും ഈ മുസ്ലിം മാനേജ്മെൻറ്റുകൾക്കാണ്. ആ സ്ഥലത്തേക്കാണ് ഇത്തരത്തിൽ അധിക സീറ്റുകൾ വീണ്ടും അനുവദിക്കുവാനുള്ള നീക്കം നടക്കുന്നത് എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് വലിയ സാമ്പത്തികമായിട്ടുള്ള ഒരു ലാഭം കൊയ്യലാണ്. ഈ മാനേജ്മെൻറ്റുകൾക്കടക്കം ഇത്തരത്തിൽ അധിക സീറ്റ് അനുവദിക്കുന്നതിലൂടെ അവിടേക്ക് മറ്റ് അധ്യാപകരെ റിക്രൂട്ട്മെൻറ്റ് നടത്താൻ പറ്റും. ആ അധ്യാപകരെ നിയമിക്കുന്നതിനടക്കം വലിയ രീതിയിൽ ലക്ഷങ്ങൾ ഈ മാനേജ്മെൻറ്റുകൾക്ക് സ്വീകരിക്കാൻ കഴിയും. അങ്ങനെ വഴിവിട്ട നീക്കം മാനേജ്മെൻറ്റുകൾക്ക് നൽകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നിലവിൽ ഈ സീറ്റ് ഇത്രയും ഒഴിഞ്ഞു കിടക്കുമ്പോഴും, അതായത് ഈ 50,000-ഓളം +1 സീറ്റുകൾ കുട്ടികളില്ലാതെ കിടക്കുമ്പോഴും ഇത്തരത്തിൽ വീണ്ടും സീറ്റ് അനുവദിക്കുന്നൊരു നീക്കം നടത്തുന്നത് എന്നാണ് ആക്ഷേപം ഉയരുന്നത്. NDU അടക്കമുള്ള സംഘടനകളും ഇതിനോടകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട മന്ത്രിയുടെ പ്രഖ്യാപനത്തോട് അനുബന്ധിച്ച് രംഗത്ത് വരുന്നൊരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിൽ വിയോജിപ്പുകൾ ഈ വിഷയത്തിൽ ഉയരുന്നു. അതോടൊപ്പം തന്നെ മന്ത്രിസഭ അധികാരമേറ്റതിന് ശേഷം തന്നെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ആദ്യത്തെ തീരുമാനങ്ങളിൽ ഒന്നായിട്ടാണ് ഇത്തരത്തിൽ ഈ 350 സീറ്റുകൾ അനുവദിക്കുമെന്ന് പറയുന്നത്. നമുക്ക് ഇതിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, തെക്കൻ കേരളത്തിലേക്ക് വരുമ്പോൾ കുട്ടികളില്ലാതെ ഒഴിഞ്ഞു കിടക്കുന്ന സീറ്റുകൾ, ആ സീറ്റുകൾ അത് വടക്കൻ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ അല്ലെങ്കിൽ മലബാർ മേഖലകളിലേക്ക് മാറ്റാൻ കഴിയുമെന്നിരിക്കെയാണ് ഇത്തരത്തിൽ വീണ്ടും അധിക സീറ്റുകൾ അനുവദിക്കുന്നത് എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇത് ഈ മാനേജ്മെൻറ്റുകളെ സഹായിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഏറ്റവും എടുത്തു പറയുന്നത്. അത് മലപ്പുറം, അതോടൊപ്പം തന്നെ കോഴിക്കോട് മേഖലകളിലെല്ലാം ഏറ്റവും കൂടുതൽ മുസ്ലിം മാനേജ്മെൻറ്റുകൾ നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. അവരെ സഹായിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ലീഗിൻ്റെ അടക്കം നേതാക്കളുടെയൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ മേഖലകളിലൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഇവരെ സഹായിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഒരു അഴിമതിക്ക് കൂട്ടുപിടിക്കുകയും ചെയ്യുന്നത്. ഇത് അഴിമതി മാത്രമല്ല, ഇത്തരത്തിലൊരു സഹായം കൂടി ലക്ഷങ്ങൾ ഈ ഇനത്തിൽ അധ്യാപകരെ അടക്കം റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്നതടക്കൽ നിയമനങ്ങൾ നടക്കുന്നത് അടക്കം ചെയ്യുവാൻ കഴിയും. ഓരോ അധ്യാപകരും അധിക സീറ്റ് അനുവദിക്കുന്നതോടുകൂടി തന്നെ ഓരോ അധ്യാപകരെയും അവിടേക്ക് നിയമിക്കേണ്ടി വരും. സ്വാഭാവികമായിട്ടും അധ്യാപകരെ നിയമിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ രീതിയിൽ പണം കൈപ്പറ്റാൻ സാധിക്കും എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇതിനോടൊപ്പം തന്നെ പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നിയമനത്തിൽ നിന്നും ഈ നടപടിയിൽ നിന്നും സർക്കാർ പിന്നോട്ട് പോകണം, വിദ്യാഭ്യാസ മന്ത്രി പിന്നോട്ട് പോകണമെന്നൊരു ആവശ്യമാണ് NDU മുന്നോട്ട് വയ്ക്കുന്നത്. ഇനി ഒരുപക്ഷെ സീറ്റ് അവിടെ ഇല്ല എങ്കിൽ, ഈ മേഖലകളിൽ സീറ്റ് ഇല്ല എങ്കിൽ തെക്കൻ കേരളത്തിൽ നിലവിൽ കാലിയായി കിടക്കുന്ന സീറ്റുകൾ
സീറ്റുകളെ അവിടേക്ക് മാറ്റാൻ സാധിക്കും. അങ്ങനെ മാറ്റിക്കൊണ്ട് ഇത്തരത്തിൽ നടപടി ഉണ്ടാകണമെന്നാണ് പറയുന്നത്. അമിതമായ സീറ്റ് അല്ലെങ്കിൽ അധിക സീറ്റ് അനുവദിക്കാതെ ഇത്തരം നീക്കങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. എന്തായാലും സർക്കാർ വിവരങ്ങൾ വ്യക്തമാണ്. എന്തായാലും മലബാറിൽ മന്ത്രിയുടെ ലക്ഷ്യം അത് വ്യക്തമാണ്, കൃത്യമാണ്. പ്രശാന്ത് സൂചിപ്പിച്ചതുപോലെ വീണ്ടും അധിക സീറ്റുകൾ അവിടെ എന്തിനാണ് കൊണ്ടുവരുന്നത്? ഒരു സാമ്പത്തിക അഴിമതിക്കാണോ മന്ത്രി തുടക്കം കുറിക്കുന്നത് എന്നടക്കമുള്ള സംശയങ്ങൾ ശക്തമായി നിലനിൽക്കുന്നു. എന്തായാലും കുട്ടികളുടെ ഭാവി വെച്ച് തന്നെയാണ് കളിക്കുന്നത്. കാരണം ഈ മലബാർ മേഖലയിൽ മാത്രം ഇത്രയധികം സീറ്റുകൾ നൽകുന്നത് ബാക്കി ജില്ലകളിലുള്ള കുട്ടികളോട് കാണിക്കുന്ന ഒരു വേർതിരിവ് തന്നെയല്ലേ? അതാണ് സുപ്രധാന ചോദ്യം.